തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം നമ്മൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും. That's it. Game over. Okay. Sir. കാണാൻ വന്നിട്ടുണ്ട് സാർ. ആര്? സിനിമയിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന അയാളെന്തിനാ എന്നെ കാണാൻ വരുന്നു? ആ ജോർജ് കുട്ടിയുടെ എന്തോ കാര്യം സംസാരിക്കാനാന്നാ പറഞ്ഞേ. വരാൻ പറ. NP അംബുജാക്ഷനാണേ, അകത്തേക്ക് വരാമോ? നമസ്കാരം. താങ്കളുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇരിക്കണം. ഇത് ഗീത, ഇത് പ്രഭാകർ. താങ്കളിപ്പോ സിനിമയിൽ അത്ര ആക്റ്റീവ് അല്ലല്ലേ? ഇനി ഞാൻ സാറിനോടൊരു സത്യം പറയട്ടെ. 2016 തോന്നുന്നു. അതെ, 16 ഒരിക്കൽ അയാൾ എന്റെ ഫ്ലാറ്റിൽ വന്നു. നിങ്ങൾ ഈ കേസിനെ കുറിച്ച് അന്ന് കേട്ടിട്ടില്ലായിരുന്നു. എന്നിട്ടും നിങ്ങൾ അയാളെ റെക്കഗ്നൈസ് ചെയ്തില്ല? എന്താ തന്റെ പേര്? സുകുമാരൻ കൊളപ്പള്ളി. കൊലപ്പുള്ളിയാ? അയ്യോ, കൊളപ്പള്ളി എന്റെ വീട്ടുപേരാണ് സാർ. സുകുമാരൻ കുളപ്പുള്ളി. പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അയാൾ ആ കഥ പറഞ്ഞു. ഞാൻ ശരിക്കും ഇംപ്രസ്ഡായി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ വീണു. അത് സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ സമ്മതിച്ചു. അപ്പം തന്നെ 1 ലക്ഷം രൂപ അയാൾ എനിക്ക് അഡ്വാൻസ് ആയി തന്നു. എന്തായിരുന്നു ആ കഥ? കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. ഒരു വിറക് വെട്ടുകാരൻ. അയാൾക്കൊരേ ഒരു മകൾ സുമതി, 19 വയസ്സ്. ഇവൾ സ്ഥലത്തെ ഒരു തയ്യൽക്കാരനുമായി പ്രണയത്തിലാണ്. ഈ തയ്യൽക്കാരൻ ബഹുമിടുക്കനും സുന്ദരനുമാണ്. അനീതി കണ്ടാൽ എതിർക്കും, ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിൽ കാണും. അങ്ങനെ നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, വിറക് വെട്ടുകാരൻ തന്റെ മകൾക്കൊരു ഗൾഫ് ഭർത്താവിനെ ഏർപ്പാടാക്കുന്നു. സുമതി കരഞ്ഞു. തയ്യൽക്കാരൻ ആ കല്യാണം പൊളിക്കാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ഒടുവിൽ What was that damn climax? കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. നന്നായി.